ഇതെന്താക്കുന്നേ അരവണ പായസം തോന്നുന്നയാ? ഇത് നമ്മളെ കുമാരേട്ടനല്ലേ അയാൾ കൊണ്ടുവന്നത്. അടിപൊളി കേട്ടാ. നമുക്ക് തിന്നാവോ ഷുഗർ പേഷ്യന്റ്? നിങ്ങൾക്ക് അരവണ പായസം തിന്നാവുന്നതാണ് ഇപ്പൊ ഡിസ്കഷൻ അല്ലേ? അപ്പൊ അരവണ പായസത്തിൽ എന്തെല്ലാം ഉണ്ട് അറിയാം? എന്തെല്ലാം വെച്ചിട്ട് അറിയാക്കുന്നത്? ഇതുണ്ടാ റൈസ്, ഓക്കെ. പിന്നെ ഉള്ളത് ജാഗര്, ഓക്കെ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജാഗരയും ഷുഗറും ഏകദേശം ഒരേപോലെ തന്നെയാണ്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, ഈ ജാഗറി തിന്നാൻ പറ്റുമോ, ഷുഗർ തിന്നാൻ പറ്റില്ല എന്നെല്ലാം. അപ്പോൾ ഇതും ഷുഗറും ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുമ്പ്. പിന്നെ ഇതിനകത്ത് വരുന്നത് തേങ്ങ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് അറിയാലോ, കാർബോഹൈഡ്രേറ്റ് തീരെ പറ്റില്ല തേങ്ങ. പിന്നെ വരുന്നത് കുറച്ച് കാഷ്യൂനട്ട് ഉണ്ടാവും, ഓക്കെ, ഇത്ര കാഷ്യൂനട്ട്. പിന്നെ ഉള്ളത് നമ്മളെ ജിഞ്ചർ. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്ക, ഓക്കെ. കൂടാതെ ഇതിനകത്ത് വരുന്നത് പിന്നെ ഗീ ആണ് കേട്ടോ, നെയ്യും വരുന്നുണ്ട്. അപ്പൊ ഷുഗർ പേഷ്യന്റിന് അരവണ പായസം നല്ലതെന്ന് ചോദിച്ചാൽ നല്ലതല്ല, കാരണം എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ശബരിമലയിൽ ചില ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഈ ജാഗറി ഇടാത്ത അരവണ പായസം കൊടുക്കുന്നുണ്ടെന്ന്. അത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഷുഗർ പേഷ്യന്റിന്. അപ്പോൾ ഇപ്പോൾ ശബരിമല സീസണല്ലല്ലേ, അപ്പോൾ ഷുഗർ പേഷ്യന്റ് അരവണ പായസം കൊണ്ടുവന്നിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭക്തിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കഴിച്ചോ. ഷുഗർ പേഷ്യന്റ് അധികം അരവണ പായസം കഴിക്കാൻ പറ്റില്ല, ഓക്കെ. ഷുഗർ ഇല്ലാത്ത നമുക്ക് എത്ര വേണം കഴിക്കാം കേട്ടോ.